प्यारे छात्रों नमस्कार। आज हम दूसरी इकाई के दूसरा पाठ पढ़ें। पाठ का नाम है कोशिश करने वालों की। यह एक कविता है। इस कविता में कवि परिश्रम के महत्व के बारे में बताते हैं। जीवन में सफलता प्राप्त करने के लिए निरंतर परिश्रम करना चाहिए। हमारे दुनिया में ऐसे अनेक व्यक्ति हैं जो निरंतर परिश्रम के द्वारा उन्नति के पथ पर पहुँचे हैं। पाठभाग के सबसे पहले 4 व्यक्तियों का चित्र है। इनमें सबसे पहला इला सचानी है। सबसे पहला व्यक्ति इला सचानी है। अहमदाबाद में रहने वाली एक महिला है इला सचानी। इनके दोनों पैर कार्यरहित है। फिर भी वे अपने पैरों से कपड़ों पर चित्रकारिता करती है और सुई से कपड़ों पर फूलों, पत्ते आदि के चित्र काटती है। ഹിന്ദി പാഠപുസ്തകത്തിലെ 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പാഠഭാഗത്തിൻ്റെ പേരാണ് കോശിഷ് കർണേ വാലോं की. ഇതൊരു കവിതയാണ്. ഈ കവിതയിലൂടെ കവി അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹ് ഹരിവംശ റായ് ബച്ചൻ की एक छोटी कविता है. അല്ലേ, ഇത് ആരുടെ കവിതയാണ്? ഹരിവംശ റായ് ബച്ചൻ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ കവിതയാണ്. ഇതിലെ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ല, കവി പറയുകയാണ്, നിരന്തരമായി അധ്വാനിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുകയുള്ളൂ. അപ്പം നമ്മുടെ ലോകത്തിലെ അങ്ങനെയുള്ള ധാരാളം വ്യക്തികളുണ്ട്. അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരുന്നിട്ടും അവർ ജീവിതത്തിലെ കഠിന പരിശ്രമത്തിലൂടെ വിജയം നേടിയവരാണ്. അങ്ങനെയുള്ള 4 പേരുടെ ചിത്രങ്ങൾ പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അവയിലെ ആദ്യത്തെ ആളാണ് ഇല സച്ചാനി. മധ്യപ്രദേശിലെ ഉള്ള ഒരു സ്ത്രീയാണിത്. ഇവരുടെ വിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ 2 കാലുകളും കാര്യരഹിത ഹേ, അല്ലേ, ചലനശേഷി ഇല്ലാത്ത കാലുകളാണ്. എങ്കിലും അവർ ഈ കാലുകളുടെ സഹായത്താൽ തുണിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ തുണിയിൽ പൂക്കളുടെയും പഴങ്ങളുടെയും ഒക്കെ, അല്ലെ, ഇലകളുടെയൊക്കെ ചിത്രം എംബ്രോയിഡറി വർക്കായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദൂസര ആദ്മി ഓസ്കാർ ലിയോനാർഡ് കാൾ പിസ്റ്റോറിയസ് है. ഇനി രണ്ടാമത് നമ്മൾ കാണുന്ന വ്യക്തി ആരാണ്? ഓസ്കാർ ലിയോനാർഡ് കാൾ പിസ്റ്റോറിയസ്. ഇൻകെ ഭി 2 पैर കാര്യരഹിത है. അല്ലെ, ഇദ്ദേഹത്തിൻ്റെയും 2 കാലുകൾ എന്താണ്? പ്രവർത്തനശേഷിയില്ലാത്തതാണ്. फिर भी ओलंपिक्स में दौड़ प्रतियोगिता में नकले पैरों से भाग लिया. എന്നിട്ടും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിമ്പിക്സിൽ ഇദ്ദേഹത്തിൻ്റെ കൃത്രിമ കാല് വെച്ചിട്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 2 പേരെക്കുറിച്ച് ചിത്രത്തിൽ 2 പേരെ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തേത് ഇല സച്ചാനി. അവർ അഹമ്മദാബാദിൽ ജീവിക്കുന്നൊരു സ്ത്രീയാണ്. അവരുടെ വിശേഷത എന്താണ്? കാലുകൾക്ക് ചലനശേഷി ഇല്ലെങ്കിലും കാലുകൾ കൊണ്ട് അവർ തുണിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. രണ്ടാമത്തെ ആളാണ് ആര്? ഓസ്കാർ ലിയോനാർഡ് കാൾ പിസ്റ്റോറിയസ്. അല്ലേ, ഇദ്ദേഹത്തിൻ്റെ 2 കാലുകളും പ്രവർത്തനരഹിതമാണ്. എന്നിട്ടും കൃത്രിമ കാലുപയോഗിച്ചിട്ട് ഇയാൾ ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആൾ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ആണ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. ഇദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. मोटर न्यूमोर बीमारी से पीड़ित एक व्यक्ति थे स्टीफन विलियम हॉकिंस. फिर भी भौतिकी विज्ञान, सैद्धांतिक और ब्रह्मांड विज्ञान आदि में प्रशस्त थे. അപ്പോൾ ഈ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്.
അല്ലേ. ഇംഗ്ലണ്ട് മേ രഹ്നെ വാലേ ഥേ. അദ്ദേഹത്തിൻ്റെ വിശേഷത എന്താണ്? മോട്ടോർ ന്യൂമോർ രോഗ് സെ പീഡിത് വ്യക്തി ഥേ. അല്ലേ, ഇദ്ദേഹം മോട്ടോർ ന്യൂമോർ എന്ന രോഗത്തിന് അടിമയാണ്. അല്ലേ, മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്ന രോഗത്തിന് അടിമയാണ്. എന്നിട്ടും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഭൗതികി വിജ്ഞാൻ, ഊർജ്ജതന്ത്രജ്ഞനാണ്. അതേപോലെ തന്നെ ബ്രഹ്മാണ്ഡ് വിജ്ഞാനി ഥേ. അല്ലേ, അതായത് ഭൗതിക ശാസ്ത്രത്തിലും അതേപോലെ തന്നെ ബ്രഹ്മാണ്ഡ് എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രമാണ്, ജ്യോതിശാസ്ത്രത്തിലും പണ്ഡിതനായിരുന്നു. और अंतिम व्यक्ति निकोलस जेम्स निक वुजिसिक है. निकोलस जेम्स निक वुजिसिक. दूसरा आदमी निकोलस जेम्स निक वुजिसिक है. इनके हाथ और पैर नहीं है. അല്ല, ഇദ്ദേഹത്തിന് എന്തില്ല? കയ്യുമില്ല, കാലുമില്ല. फिर भी भाषण में बहुत चतुर है. എന്നാൽ ഇദ്ദേഹം എന്താണ്? ഭാഷൺ, പ്രസംഗത്തിൽ വളരെ സമർത്ഥനാണ്. ഇൻകെ ഭാഷൺ ലോഗോं को जगाने में समर्थ है. അല്ല, ഇദ്ദേഹത്തിൻ്റെ ഭാഷൺ, പ്രസംഗം എന്താണ്? ജനങ്ങളെ ഉണർത്താൻ പര്യാപ്തമാണ്. ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ പരിശ്രമത്തിലൂടെ വിജയം നേടിയ 4 വ്യക്തികളെ. आगे पाठभाग की ओर देखें. कोशिश करने वालों की. लहरों से डरकर नौका पार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. कवि इस कविता के द्वारा क्या कहते हैं? जीवन में निरंतर प्रयास करना चाहिए. लहरों से डरकर नौका पार नहीं होती. लहरों से डरने पर नौका कभी पार नहीं होती. ലഹർ എന്താണ്? വേവ്സ്. തിരമാലകളെ പേടിച്ചാലേ നൗക ബോട്ട് അല്ലേ, പാർ കർണ എന്താണ്? ക്രോസ് ചെയ്യുക അല്ലേ. അതായത് ഒരു റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ തിരമാലകളെ പേടിച്ചാലേ എന്താണ്? അത് കുറുകെ കടക്കാൻ കഴിയില്ല. कोशिश करने वालों की कभी हार नहीं होती. उसी प्रकार कोशिश करने वालों की जीवन में कभी हार नहीं होती. कवि मेहनत का महत्व बताते हुए इस प्रकार कहते हैं. लहरों से डरकर नौका पार नहीं होती. लहरों से डरने पर नौका कभी पार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. उसी प्रकार कोशिश करने वालों की हार कभी नहीं होती. नन्ही चींटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है. मन का विश्वास रंगों में साहस भरता है. चढ़कर गिरना, गिरकर चढ़ना न अखरता है. आखिर उसकी मेहनत बेकार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. तो यह कवि एक उदाहरण के द्वारा व्यक्त करते हैं. कोशिश करने वालों को जीवन में कभी हार नहीं होती है. അല്ലേ, അധ്വാനിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവില്ല എന്നുള്ളത് കവി ഒരു ഉദാഹരണത്തിലൂടെ ഇവിടെ പറയുകയാണ്. यह उदाहरण के लिए कवि चींटी को लेते हैं. അല്ലേ, ഈ ഉദാഹരണത്തിന് വേണ്ടി കവി ആരെയാണ് എടുക്കുന്നത്? ചീണ്ടി എന്താണ്? ആൻറ്റ്, ഉറുമ്പിനെയാണ് എടുക്കുന്നത്. നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, ചढ़ती दीवारों पर 100 बार फिसलती है. एक नन्ही चींटी दाना लेकर दीवार पर चढ़ते समय वो क्या करती है? बार बार फिसल कर गिर जाती है. ഒരു ചെറിയ ആൻറ്റ്, ഉറുമ്പ് അല്ലെ, ദാന ലേക്കർ, ദാന ഗ്രെയിൻ അല്ലെ, ധാന്യം എടുത്തിട്ട് നടക്കുകയാണ്. ചൽത്തി ഹേ, ചढ़ती दीवारों पर 100 बार फिसलती है. वो बार बार दीवारों पर चढ़ती है और 100 बार फिसल कर गिर जाती है. അല്ലെ, ധാരാളം പ്രാവശ്യം അതെന്ത് ചെയ്യുകയാണ്? ദിവാർ എന്താണ്? വോളാണ്. ചുമരിലേക്ക് കയറുന്നു. അവർ ബാർ ബാർ ഫിസൽത്തി ഹേ. ഫിസൽ എന്താണ്? സ്ലിപ്പാവുക, ടു സ്ലിപ്പ് അല്ല, സ്ലിപ്പായിട്ട് വഴുതിയിട്ട് അത് ധാരാളം പ്രാവശ്യം എന്ത് ചെയ്യുകയാണ്? താഴത്തേക്ക് വീഴുകയാണ്. मन का विश्वास रंगों में साहस भरता है.
അല്ലേ? मन में विश्वास और साहस भरना चाहिए. अല്ലേ? असफलता के समय मन में हमेशा विश्वास और साहस भरना चाहिए. അതായത് അസഫലത, ജീവിതത്തിലെ ഫെയിലിയർ, പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലേ? क्या करना चाहिए? രംഗോ മേ സാഹസ് ഭർന ചാഹിയെ. രംഗം എന്താണ്? നെർവാണ്. നമ്മുടെ സിരകളിലെ, നമ്മുടെ ഞരമ്പുകളിലെ. സാഹസ് കറേജ്, അല്ലേ? കറേജ്, ധൈര്യം നിറക്കണം. ചढ़कर गिरना गिरकर चढ़ना न अखरता है. चढ़कर गिरने से या गिरकर चढ़ने से कोई फ़ायदा नहीं. അല്ലേ? അതായത് ചടുക്കർ ഗിർനേസെ, അതായത് കയറുമ്പോൾ വീണാലും വീഴുമ്പോൾ വീണിട്ട് വീണ്ടും കയറിയാലും അതിനെക്കുറിച്ച് നമ്മൾ എന്താണ്? ചിന്തിക്കുകയേ വേണ്ട. इसके बारे में सोचे बिना फिर भी चढ़ना चाहिए. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ചടുക്കർ ഗിർന ഗിർക്കർ ചढ़ന न अखरता है. आखिर उसकी मेहनत बेकार नहीं होती. आखिर at the end, അല്ലെ? അവസാനം എന്താണ്? ഉസ്കി മെഹനത്ത് ബേക്കാർ നെഹി ഹോത്തി. അതിൻ്റെ മെഹനത്ത്, ഹാർഡ് വർക്ക് എന്താവുന്നില്ല? ബേക്കാർ നെഹി ഹോത്തി, വെറുതെ ആവുന്നില്ല. एक नन्ही चींटी क्या करती है? दाना लेकर चलती है. उस समय वह दीवारों पर बार बार चढ़ती है और चढ़ते समय गिर जाती है. फिर भी वो धैर्य के साथ आगे बढ़ जाती है. अंत में सफल होता है. അല്ലേ? എന്നിട്ടും അതെന്ത് ചെയ്യുന്നില്ല? വീണാൽ അസഫലതയോടുകൂടി, അല്ലെ, ഫെയിലിയറാണ്, പരാജയമാണെന്ന് സമ്മതിച്ചിട്ടെ പിന്മാറുന്നില്ല. അത് വീണ്ടും എന്താണ്? മുകളിലോട്ട് തന്നെ കയറുന്നു. അവസാനം അതിന് വിജയം ലഭിക്കുന്നു. कोशिश करने वालों की कभी हार नहीं होती. उसी प्रकार जीवन में कोशिश करने वालों की हार कभी नहीं होती. അതേപോലെ ജീവിതത്തിലെ പരിശ്രമിക്കുന്നവർക്ക് പരാജയം ഒരിക്കലും ഉണ്ടാവില്ല. असफलता एक चुनौती है, इसे स्वीकार करो. असफलता, ഫെയിലിയർ, അല്ലേ? ഏക്ക് ചുനൗത്തി ഹെ. പരാജയം എന്ന് പറയുന്നത് എന്താണ്? ചുനൗത്തി, ചാലഞ്ച്, അല്ലേ? പരാജയത്തെ നമ്മൾ എന്തായി എടുക്കണം? ഒരു ചാലഞ്ചായിട്ട്, അല്ലെ, ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കണം. അല്ലെ? असफलता एक चुनौती है, इसे स्वीकार करो. असफलता को एक चुनौती के समान स्वीकार करना चाहिए. क्या कमी रह गई? देखो और सुधार करो. हमारे असफलता के कारण क्या है? इसके बारे में जानना चाहिए और इस कमी को सुधार करके आगे बढ़ना चाहिए. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫെയിലിയറിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇസേ സുധാർ കർക്കെ, അതിനെ പരിഷ്കരിച്ചുകൊണ്ട് ആകെ ബഡ്ന ചാഹിയെ, മുന്നോട്ട് പോകണം. ക്യാ കമി രഹ ഗയി ദേഖോ ഔർ സുധാർ കരോ. എന്താണ് കുറവ് എന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? സുധാർ കർണ ചാഹിയെ, അതിനെ നന്നാക്കുക, അതിനെ പരിഷ്കരിക്കാൻ നോക്കുക. ജബ് തക് ന സഫൽ ഹോ നീന്ത് ചൈൻ കോ ത്യാഗോ തും. ജബ് തക് ന സഫൽ ഹോ, ഏതുവരെ നമുക്ക് സഫലത ലഭിക്കുന്നില്ല, തബ് തക് ചൈൻ ഔർ നീന്ത് ചോട് കർക്കെ പരിശ്രമം കർണ ചാഹിയെ. അതായത് സഫലത ലഭിക്കുന്നത് വരെ എന്താണ്? ചൈൻ എന്താണ്? റെസ്റ്റ്, അല്ലേ, വിശ്രമം. അതേപോലെ തന്നെ നീന്ത് എന്താണ്? ഉറക്കവും വിശ്രമവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിരന്തര പരിശ്രമം കർണ ചാഹിയെ, നിരന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. ജബ് തക് ന സഫൽ ഹോ നീന്ത് ചൈൻ കോ ത്യാഗോ തും. അപ്പോൾ സഫലത प्राप्त करने के लिए क्या करना चाहिए? नींद और चैन को छोड़ देना चाहिए. संघर्ष का मैदान छोड़कर मत भागो तुम. അപ്പോൾ अपनी समस्याओं से घबरा कर न भागे. അപ്പോൾ നമ്മുടെ സമസ്യ, നമ്മുടെ സംഘർഷം, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഘബരാൻ എന്താണ്? അതിനെ കണ്ട് പേടിച്ചിട്ട് നമ്മൾ ഓടിക്കളയരുത്. ക്യാ കർണ ചാഹിയെ? ഇസേ സാമ്ന കർണ ചാഹിയെ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചാലഞ്ചായിട്ട് സ്വീകരിച്ചിട്ട് അതിനെ നേരിടണം. കുച്ച് കിയേ ബിനാ ഹി ജയ ജയാകാർ നഹി ഹോത്തി. അല്ലെ? കുച്ച് കിയേ ബിന, എന്തെങ്കിലും ചെയ്യാതെ നമുക്ക് എന്തുണ്ടാവില്ല? സഫലത നഹി മിലേഗി. കുച്ച് കിയേ ബിന ജീവൻ മേ സഫലത നഹി മിലേഗി. ഒന്നും ചെയ്യാതെ ജീവിതത്തിൽ നമുക്ക് സഫലത ലഭിക്കില്ല, വിജയം ലഭിക്കില്ല.
कोशिश करने वालों की कभी हार नहीं होती. അല്ലെ, കോശിസ് കർണേ വാലോം കി ഹാർ കഭി നഹി ഹോത്തി. അല്ലെ, അധ്വാനിക്കുന്നവർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, പരാജയം ഉണ്ടാവില്ല. ഇതാണ് ഈ പാഠഭാഗത്തിലെ കവി പറയുന്നത്. इस पाठभाग में या इस कविता के द्वारा कवि परिश्रम के महत्व के बारे में बताते हैं. कवि कहते हैं इस समाज में परिश्रम करने वालों को कभी हार नहीं होती. इसके लिए कवि एक उदाहरण देते हैं. किसका उदाहरण देते हैं? चींटी का उदाहरण. चींटी क्या करती है? एक दाना लेकर दीवार चढ़ने का प्रयत्न करते हैं. उस समय वो बार बार फिसल कर गिर जाती है, फिर भी वो ऊपर चढ़ने का प्रयास करते हैं, अंत में सफल होता है. उसी प्रकार जीवन में असफलता होते समय भी निरंतर प्रयास करके उस असफलता को पार करना चाहिए. ഇത്രയുമാണ് ഈ കവിതാ ഭാഗം. लहर और नौका किन किन के प्रतीक है? इस पाठभाग में एक प्रश्न है. लहर और नौका किन किन के प्रतीक है? लहर हमारे समस्याओं का या चुनौतियों का प्रतीक है. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എന്താണ്, ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരും അല്ലേ. അതിനെയാണ് ഏത് സൂചിപ്പിക്കുന്നത്? ലഹർ, തിരമാല, വേവ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നൗക പരിശ്രമം കോ സൂചിത് കർത്തെ ഹെ. നൗക എന്നുള്ളത് അല്ല, ഇവിടെ ബോട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അധ്വാനത്തെ, മെഹനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. चढ़कर गिरना गिरकर चढ़ना न अखरता है, आशय व्यक्त करें. ऐसा एक प्रश्न भी है. चढ़कर गिरना गिरकर चढ़ना न अखरता है. तो हमारे जीवन में कई बार असफलता होते हैं. असफलता होते समय यह असफलता को स्वीकार करके चैन से बैठना नहीं चाहिए, बल्कि निरंतर प्रयास करके इस असफलता को दूर करके सफलता प्राप्त करने का परिश्रम करना चाहिए. चींटियों से हमें कौन सी प्रेरणा मिलती है? ഈ ചെറിയ ഉറുമ്പിൽ നിന്ന് നമുക്ക് എന്തിനുള്ള പ്രേരണയാണ് ലഭിക്കുന്നത്? चींटी से बार बार परिश्रम करने का प्रेरणा हमें मिलती है. അല്ല, ഈ ഉറുമ്പിൽ നിന്നാണ് നമുക്ക് വീണ്ടും വീണ്ടും അധ്വാനിക്കാനുള്ള ഒരു പ്രേരണ ലഭിക്കുന്നത്. കവിത സെ തുക് വാലെ പദ് ചുനെ ജൈസെ ചൽത്തി ഹെ ഫിസൽത്തി ഹെ. അതായത് തുക് വാലെ പദ് എന്ന് പറയുന്നത്, അതായത് ഈ കവിതയുടെ ലൈൻസിലെ ലാസ്റ്റ് വരുന്ന ഒരേപോലെയുള്ള പദങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നോക്ക്, പാർ നെഹി ഹോത്തി, ഹാർ നെഹി ഹോത്തി. ആദ്യത്തെ രണ്ട് ലൈനിൽ ഒരേപോലെയാണ് വരുന്നത്, പാർ നെഹി ഹോത്തി, ഹാർ നെഹി ഹോത്തി. അതേപോലെ അടുത്ത ലൈൻസിൽ നോക്ക്, ലേക്കർ ചൽത്തി ഹെ ബാർ ഫിസൽത്തി ഹെ, സാഹസ് ബർത്താ ഹെ ന അഖർത്താ ഹെ, ഭർത്താ ഹെ അഖർത്താ ഹെ, बेकार नहीं होती कभी हार नहीं होती, स्वीकार करो सुधार करो, त्यागो तुम भागो तुम, जय जयाकार नहीं होती हार नहीं होती. ഇങ്ങനെയുള്ള പദങ്ങളാണ് തുക്ക് വാലെ ശബ്ദം എന്ന് പറയുന്നത്. അല്ല, കവിതയ്ക്ക് അവസാനം ഒരേപോലെ വരുന്ന ശബ്ദങ്ങൾ. സഫലതാക്കെ സാധൻ ചുനെ. ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സഫലത അല്ലേ, വിജയത്തിൻ്റെ സാധൻ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണത്? സാർത്ഥക് പരിശ്രം കർണ ചാഹിയേ. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? അധ്വാനിക്കണം. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ. രണ്ടാമത്തത് ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ടാവണം? ആത്മവിശ്വാസം വേണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ. കാം കിയേ ബിന ആരാം സേ രഹ്ന ചാഹിയേ. മൂന്നാമത് പറയുന്നത് എന്താണ്? കാം കിയേ ബിന, ജോലിയൊന്നും ചെയ്യാതെ എപ്പോഴും എന്താണ്? വിശ്രമിക്കുക. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ. അടുത്തത് ചുനൗത്തിയോ കോ സ്വീകാർ കർണ ചാഹിയേ. വെല്ലുവിളികളെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അത് ശരിയാണ് അല്ലേ. അസഫലത കോ അപ്നി കമി മാനി ചാഹിയേ. അസഫലതയെ, പരാജയത്തെ നമ്മളുടെ കുറവാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അതും എന്താണ്? ശരിയാണ്. ഇത്രയാണ് ഈ പാഠഭാഗം. നിങ്ങൾക്ക്
മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ധന്യവാദം.